വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നേരെ നടക്കുവിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 26 അധ്യായം 13 വാക്യം. നിങ്ങൾ മിസ്രൈമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്നു നടക്കുമാറാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ നിവർന്നു നടക്കുമാറാക്കും എന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അടിമത്തത്തിലുള്ളവർ തല കുനിച്ച് നടക്കുന്നു, സ്വതന്ത്രരായവർ നിവർന്നു നടക്കുന്നു. പരാജയത്തിൽ ജീവിക്കുന്നവർ അവരുടെ ഭാരങ്ങളുടെ ഭാരം വഹിക്കുന്നു. പക്ഷേ വിജയികളായവർ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും നടക്കുന്നു. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കൂ. പലരും സന്തോഷമില്ലാതെ ജീവിക്കുന്നു. എണ്ണമറ്റ ആളുകൾ ദുഃഖത്തിൽ തലകുനിച്ച് നടക്കുന്നു. ചിലർ സാമ്പത്തിക കടങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നു, ലജ്ജയിൽ ഒളിച്ചിരിക്കുന്നു. മറ്റുള്ളവർ തങ്ങളുടെ കുട്ടികളുടെ തെറ്റായ തിരഞ്ഞെടുപ്പുകളാൽ ഭാരപ്പെട്ടിരിക്കുന്നു. അതുപോലെ പാപത്തിന്റെ അടിമത്തത്തിൽ കുടുങ്ങിയവർ അത് ആസക്തി, വിനാശകരമായ ശീലങ്ങൾ അല്ലെങ്കിൽ അന്തസ്സ് നഷ്ടപ്പെടൽ എന്നിവയിലൂടെയായാലും നിരാശയിൽ തലകുനിച്ച് ജീവിക്കുന്നു. എങ്കിലും കർത്താവ് തൻ്റെ മക്കളോടുള്ള വാഗ്ദത്തം ഇതാണ്: നിങ്ങൾ തല ഉയർത്തി നടക്കണം. കാരണം ഒരിക്കൽ നമ്മെ അടിമകളാക്കിയിരുന്ന എല്ലാ നുകവും കർത്താവ് തകർത്തിരിക്കുന്നു. പാപത്തിന്റെ നുകം, ശാപങ്ങളുടെ നുകവും രോഗത്തിന്റെ നുകവും എല്ലാ കാൽവറിയുടെ രക്തത്താൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിന്റെ ശക്തിയാൽ നമുക്ക് സ്വതന്ത്രരായി നിവർന്നു നടക്കാൻ കഴിയും. ഇനി ഭയമോ ലജ്ജയോ ബന്ധിക്കപ്പെടുന്നില്ല. ഒരിക്കലൊരു സഹോദരി തന്റെ സാക്ഷ്യം പങ്കുവച്ചു. എൻ്റെ ഭർത്താവ് വടക്കേ ഇന്ത്യയിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു സൈനികൻ. ഒരു ദിവസം അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം പ്രഖ്യാപിച്ചുകൊണ്ടൊരു ടെലിഗ്രാം എനിക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചു. ഞാൻ ടെലിഗ്രാം എടുത്ത് കർത്താവിന്റെ മുൻപാകെ വെച്ചു. പ്രാർത്ഥനയിൽ നിലവിളിച്ചു. കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ നിന്നെ തലയുയർത്തി നടക്കാൻ അനുവദിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. തൽക്ഷണം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും വാർത്ത കേട്ടപ്പോൾ ദുഃഖത്തിൽ കരഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു. ചിലർ എൻ്റെ വിവാഹമാല ഊരിമാറ്റാനും വിധവയുടെ അടയാളമായി ഒരു വെള്ളസാരി ധരിക്കാനും നിർദ്ദേശിച്ചു. പക്ഷേ ഞാൻ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നു. ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു: കർത്താവ് എന്നെ തലയുയർത്തി നടക്കാൻ പ്രാപ്തനാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഭർത്താവിനെ അവൻ തിരികെ ജീവനോടെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ സത്യവാനാണ്. അത്ഭുതകരമായ രീതിയിൽ എൻ്റെ ഭർത്താവ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീട്ടിലേക്ക് മടങ്ങി. ടെലിഗ്രാം തെറ്റായി അയച്ചതാണെന്നും അതേ പേരുള്ള മറ്റൊരു പട്ടാരക്കാരനാണ് മരിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. എൻ്റെ കുടുംബത്തിലെ സന്തോഷം അവർണ്ണീയമായിരുന്നു. ദാവീദ് പറയുന്നത് പോലെ, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. സങ്കീർത്തനം 23 അധ്യായം 5 വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളെ നിവർന്നു നടക്കാൻ പ്രാപ്തരാക്കും എന്നതാണ്. നിങ്ങളുടെ എതിരാളികളുടെ സാന്നിധ്യത്തിൽ അവൻ നിങ്ങളുടെ തല ഉയർത്തും. അവനിൽ ആശ്രയിക്കുക, നിങ്ങൾ വിജയത്തിൽ നിവർന്നു നടക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലേവ്യ പുസ്തകം 26 അധ്യായം 12 വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ലേവ്യ പുസ്തകം 21-22 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 28 അധ്യായം. ആമേൻ. 8 അധ്യായം.